പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ചില പ്രഭാഷണങ്ങളിലായിട്ട് മനുഷ്യാവതാര രഹസ്യം ധ്യാനിക്കുകയായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ലൂക്കായുടെ സുവിശേഷം അവതരിപ്പിക്കുന്ന മനുഷ്യാവതാരത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. യേശുവിൻ്റെ ജനന തിരുനാളിൻ്റെ ഈ ദിനത്തിൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ ജ്ഞാനികൾ യേശുവിനെ സന്ദർശിക്കുന്നതിനെ കുറിച്ചുള്ള വിവരണമാണ് നമ്മുടെ ധ്യാനത്തിനായി നൽകിയിട്ടുള്ളത്. നമ്മുടെ കർത്താവിൻ്റെ ജനന തിരുനാളിൻ്റെ ഈ അനുഗ്രഹീത ദിനത്തിൽ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ധ്യാന വിഷയമാക്കിയ ലൂക്കായുടെ സുവിശേഷത്തിലെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വിവരണവും ആട്ടിടയന്മാർക്ക് സദ്വാർത്ത നൽകിയതും അവർ യേശുവിനെ പോയി കണ്ട് അനേകരെ അറിയിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തത് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യ അവതാരത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ എന്ന് ഒന്ന് ചിന്തിച്ചതിന് ശേഷം മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. മനുഷ്യ അവതാരത്തിൻ്റെ ലക്ഷ്യം എന്താണ്? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് കൊടുത്ത സന്ദർഭത്തിൽ യൗസേപ്പ് പിതാവിനോട് ദൈവദൂതൻ അറിയിച്ചു, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:20-21 വാക്യങ്ങൾ പറയുന്നതനുസരിച്ച് മനുഷ്യാവതാരത്തിന്റെ ഉദ്ദേശം ദൈവജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക. അതുകൊണ്ടാണ് അവന് രക്ഷകനെന്ന അർത്ഥം വരുന്ന യേശു എന്ന പേരിടണം. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന ജനത്തെ ദൈവത്തോട് രമ്യപ്പെടുത്തുന്നവനാണ് യേശു. ദൈവത്തോട് രമ്യപ്പെടുത്തി അവരെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും, രക്ഷയുടെ നവയുഗത്തിലേക്ക് നയിക്കും. ലൂക്കായുടെ സുവിശേഷത്തിൽ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത, നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. മനുഷ്യാവതാരം മനുഷ്യകുലത്തിന് രക്ഷയുടെ നവയുഗത്തിന്റെ അനുഭവം പ്രദാനം ചെയ്യുന്നു. വലിയ ആനന്ദത്തിന്റെയും സമാധാനത്തിന്റെയും അനുഭവം. യോഹന്നാൻ 1:14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും ദൈവത്തിന്റെ ഏകജാതന്റേതുമായ മഹത്വം. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. ദൈവത്തിന്റെ കൂടെയായിരുന്ന തന്റെ ഏകജാതൻ ആ പുത്രനിലൂടെയാണ് ദൈവത്തെ ലോകത്തിന് വെളിപ്പെട്ടത്. മത്തായിയുടെ സുവിശേഷം 1:22 പറയുന്നു, കന്യക ഗർഭം ധരിച്ച പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ മുഖേന അറിയിച്ചത് ഇതിനെക്കുറിച്ചാണ്. യോസേപ്പ് പിതാവിന് അറിയിപ്പ് കൊടുക്കുമ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അവനെ നീ യേശു എന്ന് പേരിടണം, കാരണം അവൻ തൻ്റെ ജനത്തെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും. രണ്ടാമതായി, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ, അതായത് മനുഷ്യാവതാരം മനുഷ്യരോടുകൂടെയുള്ള ദൈവ സാന്നിധ്യമാണ്. ദൈവം നമ്മോടുകൂടെ ഇമ്മാനുവേലായി തീർന്നു. ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തപ്പോൾ നൽകിയ വാഗ്ദാനമാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായി. ആ ഉടമ്പടി വാഗ്ദാനം യേശുവിലൂടെ പൂർത്തിയാകുന്നു. ദൈവം നമ്മോടുകൂടെ ഇമ്മാനുവേലായി തീർന്നു. അപ്പോൾ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് സംഗ്രഹിക്കാം. ഒന്നാമതായി, ദൈവത്തിന്റെ മഹത്വീകരണം, അല്ലെങ്കിൽ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തുക. രണ്ടാമതായി, മനുഷ്യകുലത്തിന്റെ വിശുദ്ധീകരണം. 3, മനുഷ്യകുലത്തിന്റെ ഏകീകരണവും രക്ഷയും യേശുവിലൂടെ ത്രിയേക ദൈവത്തിന്റെ സ്നേഹ കൂട്ടായ്മയിലേക്ക്. അല്ലെങ്കിൽ 4, മനുഷ്യരോട് കൂടെയുള്ള ദൈവ സാന്നിധ്യമായി തീരുക, മനുഷ്യ ഹൃദയങ്ങളിൽ വന്ന് വാസം ഉറപ്പിക്കുക. യേശു
നമ്മോടുകൂടെയുള്ള ദൈവ സാന്നിധ്യമാണ്. മനുഷ്യാവതാരത്തോടെ അവിടുന്ന് തന്റെ ജനത്തിന്റെ കൂടെ ആയിത്തീർന്നു. നമുക്ക് തുടർന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകാം. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടു യേശുവിന്റെ ജനനത്തിന്റെ സദ്വാർത്ത അറിയിച്ചത് ആട്ടിടയന്മാരെയാണ്. ഇവിടെ ജ്ഞാനികളെ ആണ് അറിയിക്കുന്നത്. 2:1 മുതൽ. ഹെറോദേസ് രാജാവിന്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ, എങ്ങനെ ജനിച്ചെന്ന് വിശദീകരിച്ചിട്ടില്ല. 1-ാം അധ്യായം 25-ാം വാക്യത്തിൽ പുത്രനെ പ്രസവിക്കുന്നത് വരെ ജോസഫ് മറിയത്തെ അറിഞ്ഞില്ല, അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു എന്ന് പറഞ്ഞു. പക്ഷെ ജനനത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. 2:1 മുതൽ അതിന്റെ തുടർച്ച. ഹെറോദേസ് രാജാവിന്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്തു നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. പൗരസ്ത്യ ദേശത്തു നിന്നുള്ള ജ്ഞാനികൾ, അവരെ വിജാതീയ രാജാക്കന്മാരെന്നും പറയാറുണ്ട്. അവർ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു എവിടെയാണ് യഹൂദരുടെ രാജാവായി ജനിച്ചവൻ. അപ്പൊ നോക്കുക, വിജാതീയ രാജാക്കന്മാർ യഹൂദരുടെ രാജാവായി ജനിച്ചവനെ അന്വേഷിച്ചു വരികയാണ്. ഞങ്ങൾ കിഴക്കവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. കിഴക്ക് നിന്ന് 3 രാജാക്കന്മാർ അല്ലെങ്കിൽ ജ്ഞാനികൾ യഹൂദരുടെ രാജാവായി ജനിച്ചവനെ കണ്ട് ആരാധിക്കാനായിട്ട് വന്നേക്കുകയാണ്. ഇത് കേട്ട് ഹെറോദേസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം ജെറുസലേം മുഴുവനും. ഹെറോദേസ് രാജാവും ജെറുസലേം മുഴുവനും അസ്വസ്ഥരായി യേശുവിന്റെ ജനനത്തെ കുറിച്ച് കേട്ടപ്പോൾ. എന്നാൽ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ സദ്വാർത്തയാണ്. രക്ഷയുടെ നവയുഗമാണ്. ആ നവയുഗം സംജാതമായപ്പോൾ ആനന്ദിക്കേണ്ടതിന് പകരം ഹെറോദേസും അല്ലെങ്കിൽ ജെറുസലേം മുഴുവനും അസ്വസ്ഥരാകുകയാണ്. ഹെറോദേസ് രാജാവ് പ്രധാന പുരോഹിതരെയും നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബെത്ലഹേമിൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നു, യൂദയായിലെ ബെത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. മിക്ക പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം. അപ്പോൾ യഹൂദരുടെ ഇടയിലെ ജ്ഞാനികൾക്കും പ്രധാന പുരോഹിതന്മാർക്കും അറിയാമായിരുന്നു യേശു ബെത്ലഹേമിൽ ജനിക്കുമെന്ന്. കാരണം പ്രവാചകൻ മുഖേന മുൻകൂട്ടി അറിയിച്ചു. മിശിഹായുടെ വരവിനെ അവർ കാത്തിരിക്കുന്നവരാണ്. പക്ഷെ ഇപ്പോൾ അവൻ ജനിച്ചു എന്ന് കേട്ടപ്പോൾ ഇവർ അസ്വസ്ഥരാവുകയാണ്. കാരണം അവരുടെ അധികാരത്തിന് കോട്ടം തട്ടും. അതുകൊണ്ടാണ് യഹൂദരുടെ രാജാവായ ഹെറോദേസിന് വേറൊരു രാജാവ് വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അസ്വസ്ഥതയുള്ളവാക്കും. അപ്പോൾ ഹെറോദേസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴാണെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു. ഹെറോദേസ് രാജാവ് ഈ ജ്ഞാനികളെ ബെത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക. അവന്റെ കപടത നോക്കുക. കൃത്യം അറിഞ്ഞിട്ട് അവനെ നശിപ്പിക്കണം. ആ ദിവ്യ ശിശുവിനെ നശിപ്പിക്കണം. അതിനു വേണ്ടിയാണ് രാജാവ് പറഞ്ഞത് കേട്ടവർ പുറപ്പെട്ടു. കിഴക്കു കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. കൊട്ടാരത്തിൽ കയറിയപ്പോൾ നക്ഷത്രം അപ്രത്യക്ഷമായി. അവർ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വീണ്ടും നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. ലൂക്കായുടെ സുവിശേഷത്തിൽ ആട്ടിടയന്മാർ ഔസേപ്പ് പിതാവിനോട് മറിയത്തോടുമൊത്ത് ദിവ്യ ശിശുവിനെ കണ്ടു എന്ന് പറഞ്ഞു. ഇവിടെ മത്തായിയുടെ സുവിശേഷത്തില് മത്തായിയുടെ മരിയ വിജ്ഞാനീയം അല്ലെങ്കിൽ മരിയ ദർശനമാണ് എടുത്തു പറയുന്നത്. ശിശുവിനെ മറിയത്തോടുകൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. ഈ ജ്ഞാനികൾ കുമ്പിട്ട് ആരാധിക്കുക മാത്രമല്ല, അതായത് ഈ ദിവ്യ ശിശുവിന് കാഴ്ചവെക്കാനായി അവർ നിക്ഷേപങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചവെച്ചു. ഈ കാഴ്ചവസ്തുക്കൾ എന്തിനെ സൂചിപ്പിക്കുന്നു? അതിന് പ്രതീകാത്മകമായ അർത്ഥമുണ്ട്. പൊന്ന്
യേശുവിൻ്റെ രാജത്വത്തെ സൂചിപ്പിക്കുന്നു. കുന്തിരിക്കം യേശുവിൻ്റെ ദൈവത്വത്തെയും പൗരോഹിത്യത്തെയും സൂചിപ്പിക്കുന്നു. മീറ യേശുവിൻ്റെ രക്ഷാകര സഹനത്തെ സൂചിപ്പിക്കുന്നു. വിദൂര ദിക്കിൽ നിന്ന് വന്ന ജ്ഞാനികൾ ഈ ദിവ്യ ശിശു ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അവന് കാഴ്ചവെക്കാനായിട്ട് പൊന്നും കുന്തിരിക്കവും മീറയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചവെച്ച് യേശുവിനെ കുമ്പിട്ട് ആരാധിച്ചു എന്ന് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് എന്താണ്? യേശുവിൻ്റെ രാജത്വവും ദൈവത്വവും പൗരോഹിത്യവും രക്ഷാകര സകലവും പറഞ്ഞു യേശുചേറ്റു പറഞ്ഞ അവർ യേശുവിനെ, ആ ദിവ്യ ശിശുവിനെ കുമ്പിട്ട് ആരാധിച്ചു. ഈ ജ്ഞാനികൾ അവന്റെ രാജത്വവും അവന്റെ ദൈവത്വവും പൗരോഹിത്യവും രക്ഷാകര സഹനവും ഏറ്റുപറഞ്ഞ് കുമ്പിട്ട് ആരാധിക്കുകയാണ്. യേശു ആരാണെന്നും എന്തിനു വന്നെന്നും ഈ വചനഭാഗം വ്യക്തമാക്കുന്നു. യേശു രാജാധിരാജനാണ്, അവൻ ദൈവപുത്രനാണ്, അവൻ നിത്യ പുരോഹിതനാണ്, അവൻ മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി വന്നവൻ, തന്റെ പീഡാസഹനത്തിലൂടെ ലോകത്തെ രക്ഷിക്കാൻ വന്നവൻ, അവന്റെ രക്ഷാകര സഹനം അതാണ്. അപ്പൊ യേശു ആരെന്ന് അവർ തിരിച്ചറിയുകയാണ്. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് ദിനത്തില് നമുക്കും യേശുവിൻ്റെ ദൈവത്വവും പൗരോഹിത്യവും അവിടുത്തെ രാജ്യത്വവും അവിടുത്തെ രക്ഷാകര സഹനവും എല്ലാം വിശ്വസിച്ചേറ്റു പറഞ്ഞ് നമ്മുടെ രാജാതിരാജൻ രക്ഷകൻ മനുഷ്യ മക്കളായ നമ്മളെ ദൈവമക്കളാക്കുവാനായി വന്ന ദൈവപുത്രനാണ്. നമ്മുടെ കർത്താവിനെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വിശ്വസിച്ചേറ്റു പറയാം. ഇവിടെ ഒരു കാര്യം കൂടെ ചിന്തയ്ക്ക് വിഷയമാക്കണം. ഹെറോദേസ് പറഞ്ഞു വിട്ടത്, നിങ്ങൾ അവനെ പോയി കണ്ടിട്ട് ആരാധിച്ചിട്ട് വന്ന് പറയുക, ഞാനും പോയി ആരാധിക്കാൻ. പക്ഷേ ഈ ജ്ഞാനികൾക്ക് ദൈവം ഹെറോദേസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് നൽകി. സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ തിരികെ പോയി. ദൈവദൂതൻ ദൈവമക്കളെ നയിക്കുന്നത് നോക്കുക. ഈ കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾക്ക് നക്ഷത്രമാകുന്ന അടയാളത്തിലൂടെ നയിച്ചിട്ട് സ്വപ്നത്തിലൂടെ അറിയിപ്പും കൊടുത്ത് അവരെ ദൈവിക വഴികളിലേക്ക് തിരിച്ചു. തുടർന്നും നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഹെറോദേസിന്റെ കെണിയിൽപ്പെട്ട് ദിവ്യ ശിശു വധിക്കപ്പെടാതിരിക്കാൻ ശിശുവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ ഔസേപ്പിതാവിനെ അപ്പോൾ തന്നെ അന്ന് തന്നെ അറിയിപ്പ് കൊടുത്തു. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് ദിനത്തില് ഈ ദിവ്യ രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ മഹാരഹസ്യത്തിൽ ഈ ബെത്ലഹേം അനുഭവത്തിൽ പങ്കുചേർന്നവരെ കുറിച്ചൊന്ന് ചിന്തിച്ചിട്ട് ഇതിലാരുടെ പക്ഷത്താണ് നമ്മൾ? ഹെറോദേസുണ്ട്, ജ്ഞാനികളും പ്രധാന പുരോഹിതന്മാര് ജെറുസലേമിലുള്ളവരുണ്ട്, ആട്ടിടയന്മാരുണ്ട്, ഔസേപ്പിതാവും മറിയവുമുണ്ട്. ഇവരിൽ നമ്മൾ ആരുടെ സ്ഥാനത്ത്? ആട്ടിടയന്മാരും ജ്ഞാനികളും ആ ദിവ്യ ശിശുവിനെ കാണാൻ വേണ്ടി എടുത്ത പരിശ്രമം ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളും ദൈവവുമായുള്ള കണ്ടുമുട്ടലിന്റെ അനുഭവത്തിന് വേണ്ടി, മനുഷ്യാവതാര രഹസ്യത്തിന്റെ പൊരുൾ അറിയാൻ വേണ്ടി ഇതുപോലെ പരിശ്രമിക്കുന്നവരാണോ? അതേസമയം ഹെറോദേസും നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും അവരുടെ രീതി നോക്കുക. വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ച് ചിന്തിക്കുക. ദിവ്യരക്ഷകന്റെ സംരക്ഷകനായി, രക്ഷകന്റെ അമ്മയുടെ സംരക്ഷകനായി, നിസ്വാർത്ഥ സ്നേഹത്തിന്റെ ഉടമയായി ഔസേപ്പിതാവിനെ, ഈ വ്യക്തിത്വങ്ങളെ എല്ലാവരെയും ഒന്ന് ധ്യാനിച്ചിട്ട് ഇതിലാരാണ് നമ്മൾ, ഏത് സ്ഥാനത്താണ്, എന്ത് അനുഭവമാണ് നമുക്കുള്ളതെന്ന് നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. നമ്മളെ തന്നെ ഒരുക്കാം. ഒരു ബെത്ലഹേം അനുഭവം നമുക്കുണ്ടാകണം. ഞാനൊരു ബെത്ലഹേം അനുഭവം എന്ന് പറയുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ പറഞ്ഞ ആട്ടിടയന്മാരുടെ അനുഭവവും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറഞ്ഞ ജ്ഞാനികളുടെ അനുഭവവും ഇവരുടെ കണ്ടുമുട്ടലിന്റെ അനുഭവം, ഈ ഒരു ബെത്ലഹേം അനുഭവത്തിലേക്ക് ഈ ക്രിസ്മസ് ദിനം നമ്മെ നയിക്കട്ടെ. അതിനായി നമുക്ക് നല്ല ഒരുക്കത്തോടുകൂടെ ക്രിസ്മസിന്റെ ശുശ്രൂഷകളിൽ ധ്യാനപൂർവ്വം പങ്കുചേരാം. മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യങ്ങൾ 4 ഇന്ന് നമ്മുടെ ജീവിതത്തിലൂടെ, സഭയിലൂടെ, ഈ ശുശ്രൂഷയിലൂടെ നിറവേറാൻ ഇടയാകട്ടെ.
ദൈവം നമ്മിലൂടെ മഹത്വപ്പെടട്ടെ. അവിടുത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ ഇടയാകട്ടെ. ലോകത്തിൻ്റെ വിശുദ്ധീകരണവും പാപമോചനവും രക്ഷയും തിരുസഭയിലൂടെ നമ്മുടെ ജീവിതത്തിലൂടെ ഇന്നിവിടെ യാഥാർത്ഥ്യമായി ഭവിക്കട്ടെ. ലോകത്തിലുള്ള ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യമായി മാറാം നമുക്ക്. ക്രിസ്മസിൻ്റെ ഈ ദിനത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. സർവശക്തൻ സമൃദ്ധമായി ഏവരെയും അനുഗ്രഹിക്കട്ടെ. പുതുവർഷത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യട്ടെ. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a